നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് മുൻ ഗവൺമെൻറ് ലീഡറായിട്ടുള്ള PG മനു കൊല്ലത്തെ തൻ്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സഹായത്തിന് വേണ്ടി വന്നിട്ടുള്ള ഒരു അതിജീവിതയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ്. മറ്റുള്ളവരുടെ കണ്ണീര് വീഴ്ത്തുന്ന ഒരു തെറ്റ് നമ്മൾ ചെയ്താൽ മനസാക്ഷി നിരന്തരം നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഒരുപക്ഷേ അതായിരിക്കും ഇവിടെ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണം ആത്മഹത്യയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ മനസാക്ഷി കുത്ത് അദ്ദേഹത്തിനുണ്ടായിരിക്കും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. ആ അതിജീവിത അദ്ദേഹത്തിൻ്റെ അടുത്ത് തൻ്റെ കേസ് വാദിക്കാനായിട്ട് വന്നതാണ്. അവസാനം അവരെ പീഡിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഇതുപോലുള്ള ഇരകളെ പീഡിപ്പിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരേതായാലും പീഡിപ്പിക്കപ്പെട്ടതാണ്. അപ്പോൾ ഇനി അവരെ പീഡിപ്പിച്ചാൽ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് പറഞ്ഞാൽ അവരെ മുതലാക്കുകയാണ്. ഏതായാലും ആ വക്കീലിൻ്റെ ആ പ്ലീഡറിൻ്റെ ആ മനസ്സ് എത്ര മലിനമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു വക്കീലിനെ സഹായത്തിനായിട്ട് അപേക്ഷിക്കുമ്പോൾ അയാളെ അവരെ പീഡിപ്പിച്ചില്ലാതാക്കി എന്ന് പറയുമ്പോൾ എന്തൊരു അധപ്പതിച്ച ഒരു അവസ്ഥയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിട്ടുള്ള ഐസക് ന്യൂട്ടൻ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ് എവരി ആക്ഷൻ ആസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റേതായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. സിസ്റ്റർ അഭയ കൊലക്കേസിൽ ഇതുപോലെ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു മൈക്കിൾ. അദ്ദേഹം ഇതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ട്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് സത്യം മറച്ചു വയ്ക്കുകയും നിരപരാധികളുടെ കണ്ണീര് കാണുന്ന ഇതുപോലുള്ള ആളുകൾ ഒരു ദിവസം അവർ കണ്ണീര് കുടിക്കും. കാരണം അല്ലെ പിന്നെ സത്യത്തിന് വില ഉണ്ടാവില്ലല്ലോ. അല്ലെ പിന്നെ ദൈവം ഇല്ലയെന്ന് പറയേണ്ടി വരും. ദൈവമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത്. ഒരു സഹായത്തിന് വേണ്ടിയിട്ട് ഒരാളുടെ അടുത്തേക്ക് ചെന്നിട്ട് കേണ് അപേക്ഷിക്കുമ്പോൾ ആ സഹായത്തിന് വേണ്ടി അങ്ങോട്ട് ചെന്നിട്ടുള്ള വ്യക്തിയെ നശിപ്പിക്കുക അല്ലെങ്കിൽ പീഡിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് എന്തൊരു സംസ്കാരശൂന്യമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. ഏതായാലും അയാൾക്ക് കിട്ടാനുള്ളത് കിട്ടി. നീതി നടപ്പിലായി.